വാർത്തകൾ തുടരുന്നു. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് ജനശക്തി വിധവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ഓണക്കിറ്റും ഓണക്കൂടിയും വിതരണം ചെയ്തു. ചാലക്കുടി മർച്ചന്റ് ജൂബിലി ഹാളിൽ സംഘടിപ്പിച്ച ഓണക്കിറ്റിന്റെ തൃശൂർ ജില്ലാതല വിതരണ ഉദ്ഘാടനം ജനശക്തി ID കാർഡ് വിതരണവും സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിച്ചു. വിധവാ സംഘം സംസ്ഥാന പ്രസിഡന്റ് TS മായ അധ്യക്ഷയായി. ചാലക്കുടി നഗരസഭ ചെയർപേഴ്സൺ ആലി ഷിബു ഓണപ്പുടവ് വിതരണം ചെയ്തു. നഗരസഭ കൌൺസിലർമാരായ നിധ പോൾ, MM അനിൽകുമാർ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തടെ, ജനശക്തി വിധവാ സംഘം ജില്ലാ കോർഡിനേറ്റർ KK ബാലൻ, വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ജോൺ വർഗീസ്, ആലീസ് ചാലക്കുടി, ദേവയാനി ആനീസ് എന്നിവർ സംസാരിച്ചു. ജനശക്തി വിധവാ സംഘം ഇതിലൂടെ മാതൃകാപരമായിട്ടുള്ള ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലുടനീളം വിധവകളുടെ സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് ജനശക്തി. എല്ലാവർക്കും അറിയാം, ജീവിതത്തിന്റെ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും എന്ത് ചെയ്യണം എന്ന് അറിയാതെ പകച്ചു പോകുന്ന സംഭവങ്ങൾ പലപ്പോഴും ജീവിതത്തിന്റെ വിധി വൈവിധ്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും അങ്ങനെ നിൽക്കുന്ന ഒരു സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് നേരായ ദിശ കാണിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ തണലായി പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ പ്രവർത്തനമാണ് ജനശക്തി വിധവാ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. ഒരു ജില്ലകളിലും ഇന്ന് പ്രത്യേക മുന്നറിയിപ്പില്ല. അതേസമയം തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ കനത്ത മഴയ്ക്കും മണിക്കൂറിൽ 30 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്ക് കിഴക്കൻ മധ്യപ്രദേശ് മേഖലയ്ക്ക് മുകളിൽ സ്ഥിതി ചെയ്തിരുന്ന ശക്തി കൂടിയ ന്യൂനമർദ്ദം വീണ്ടും തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാത്തി രൂപപ്പെട്ടു. മ്യാൻമറിന് മുകളിൽ നിലവിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി അടുത്ത 2 ദിവസത്തിനുള്ളിൽ ബംഗ്ലാദേശിനും വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. മോട്ടോർ വാഹനങ്ങളിൽ അംഗീകൃത വ്യവസ്ഥകൾക്ക് അനുസൃതമായി കൂളിംഗ് ഫിലിം പതിപ്പിക്കുന്നത് അനുവദനീയമെന്ന് ഹൈക്കോടതി. ഇതിന്റെ പേരിൽ നിയമ നടപടി സ്വീകരിക്കാനോ പിഴ ചുമത്താനോ അധികൃതർക്ക് അവകാശമില്ലെന്നും ജസ്റ്റിസ് N നഗരേഷ് വ്യക്തമാക്കി. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങളിൽ വാഹനങ്ങളിൽ സേഫ്റ്റി ഗ്ലേസിംഗ് ഉപയോഗിക്കാൻ അനുവദിക്കുന്നുണ്ട്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഉത്തരവ്. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങളിലെ വകുപ്പ് 100 ഭേദഗതി അനുസരിച്ച് മോട്ടോർ വാഹനങ്ങളുടെ മുന്നിലും പിന്നിലും വശങ്ങളിലും സേഫ്റ്റി ഗ്ലാസുകൾക്ക് പകരം സേഫ്റ്റി ഗ്ലേസിംഗ് കൂടി ഉപയോഗിക്കാൻ അനുവദിക്കുന്നുണ്ട്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിന്റെ 2019 മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി സേഫ്റ്റി ഗ്ലേസിംഗ് ആണ് അനുവദനീയമായിട്ടുള്ളത്. സേഫ്റ്റി ഗ്ലാസിന്റെ ഉൾപ്രതലത്തിൽ പ്ലാസ്റ്റിക് ഫിലിം പതിപ്പിച്ചിട്ടുള്ളത് സേഫ്റ്റി ഗ്ലേസിംഗിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുൻ പിൻ ഭാഗങ്ങളിൽ 70%, വശങ്ങളിൽ 50% സുതാര്യത വേണം എന്നാണ് ഭേദഗതി ചട്ടങ്ങൾ പറയുന്നത്. ഈ ഭേദഗതി ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരം ഫിലിമുകൾ ഉപയോഗിക്കുന്നത് നിയമപരമാണെന്ന് കോടതി വ്യക്തമാക്കിയത്. എന്നാൽ ഇത്തരം ഫിലിമുകൾ ഉപയോഗിക്കുന്നത് സുപ്രീം കോടതി തന്നെ വിലക്കിയിട്ടുണ്ടെന്ന് എതിർഭാഗം ചൂണ്ടിക്കാട്ടി. അത് നിലവിലുള്ള സുപ്രീം കോടതി വിധികൾ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നതിന് മുമ്പുള്ളതായിരുന്നു എന്നും അന്ന് സേഫ്റ്റി ഗ്ലാസ് മാത്രമേ അനുവദനീയമായിരുന്നുള്ളൂ എന്നും കോടതി വ്യക്തമാക്കി. ഗ്ലാസും ഫിലിമും ചേർന്ന സേഫ്റ്റി ഗ്ലേസിംഗ് വാഹനങ്ങളിൽ ഘടിപ്പിക്കുന്നതിന് വാഹന നിർമ്മാതാവിന് മാത്രമേ അനുവാദമുള്ളൂ എന്നും വാഹന ഉടമയ്ക്ക് ഇല്ല എന്ന വാദവും കോടതി തള്ളി. ചട്ടങ്ങൾ അനുസരിച്ചുള്ള സുതാര്യത ഉറപ്പുവരുത്തുന്ന ഗ്ലേസിംഗ് നിലനിർത്താൻ വാഹന ഉടമയ്ക്ക് അവകാശമുണ്ടെന്നും കോടതി പറഞ്ഞു. കൂളിംഗ് ഫിലിം നിർമ്മിക്കുന്ന കമ്പനി കൂളിംഗ് ഫിലിം ഒട്ടിച്ചതിന് പിഴ ചുമത്തിയതിനെതിരെ വാഹന ഉടമ സൺ കൺട്രോൾ ഫിലിം വ്യാപാരം നടത്തുന്നതിന്റെ പേരിൽ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് നൽകിയ സ്ഥാപനം തുടങ്ങിയവർ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി വിധി.
ബോണസിൽ പുത്തൻ റെക്കോർഡിട്ട് ബെവ്കോ ജീവനക്കാർ 95,000 രൂപ വരെയാണ് ബിവറേജ് കോർപ്പറേഷനിലെ ജീവനക്കാർക്ക് ബോണസായി ലഭിക്കുക. സംസ്ഥാനത്തെ തന്നെ ഉയർന്ന ബോണസാണിത്. കഴിഞ്ഞ തവണ 90,000 രൂപയായിരുന്നു ബെവ്കോ ജീവനക്കാർക്ക് ബോണസായി നൽകിയിരുന്നത്. ഇത്തവണ 1 ലക്ഷം രൂപ ബോണസായി നൽകണമെന്നായിരുന്നു ശുപാർശ. എക്സൈസ് മന്ത്രിയുടെ ചേംബറിൽ നടന്ന ചർച്ചയിലാണ് ബോണസ് തീരുമാനമായത്. സർക്കാരിന്റെ ബോണസ് പരിധി കടക്കാതിരിക്കാൻ പെർഫോമൻസ് ഇൻസെന്റീവ്, എക്സ്ഗ്രേഷ്യ എന്നിവ വേർതിരിച്ച് ഒരുമിച്ച് നൽകും. ഔട്ട്ലെറ്റിലും ഓഫീസിലുമായി 5,000 ജീവനക്കാരാണ് ബെബ്കോയിലുള്ളത്. സ്വീപ്പർ തൊഴിലാളികൾക്ക് 5,000 രൂപയാണ് ബോണസ്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. 80 രൂപ കുറഞ്ഞ് 1 പവൻ സ്വർണത്തിന്റെ വില 53,640 രൂപയായി. ഗ്രാമിന് 10 രൂപയാണ് കുറഞ്ഞത്. 6,705 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. 3 ദിവസം മാറ്റമില്ലാതെ തുടർന്ന സ്വർണ്ണവിലയിൽ ഇന്നലെയാണ് മാറ്റമുണ്ടായത്. ഇന്നലെ 280 രൂപയാണ് വർദ്ധിച്ചത്. കഴിഞ്ഞ മാസം 20 ദിവസത്തിനിടെ ഏകദേശം 3,000 രൂപ വർദ്ധിച്ച ശേഷം ഏറെയും കുറഞ്ഞു നിൽക്കുകയാണ് സ്വർണ്ണവില. 70 വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും അവരുടെ വരുമാനം പരിഗണിക്കാതെ ആരോഗ്യ പരിരക്ഷ നൽകുന്നതിന് അംഗീകാരം നൽകി. കഴിഞ്ഞ ദിവസമാണ് 70 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ ചികിത്സാ കേന്ദ്രം സർക്കാർ പ്രഖ്യാപിച്ചത്. 5 ലക്ഷം വരെയുള്ള ചികിത്സയാണ് സൗജന്യമായി നൽകുക. 4.5 കോടി കുടുംബങ്ങൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയ്ക്ക് കീഴിൽ 70 വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും അവരുടെ വരുമാനം പരിഗണിക്കാതെ ആരോഗ്യ പരിരക്ഷ നൽകുന്നതിന് അംഗീകാരം നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട 5 പോയിന്റുകൾ: 70 വയസ്സും അതിൽ കൂടുതലും പ്രായമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും അവരുടെ സാമൂഹിക സാമ്പത്തിക നില പരിഗണിക്കാതെ ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കാൻ അർഹതയുണ്ട്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയ്ക്ക് കീഴിൽ ഇതിനകം പരിരക്ഷ ലഭിച്ചിട്ടുള്ള കുടുംബങ്ങളിലെ മുതിർന്ന പൗരന്മാർക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ അധിക ടോപ്പ് പരിരക്ഷ ലഭിക്കും. 70 വയസ്സിന് താഴെയുള്ള കുടുംബത്തിലെ മറ്റ് അംഗങ്ങളുമായി കവർ പങ്കിടേണ്ടതില്ല. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം, എക്സ് സർവീസ്മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം, ആയുഷ്മാൻ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് തുടങ്ങിയ മറ്റ് പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളുടെ ആനുകൂല്യങ്ങൾ ഇതിനകം ലഭിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് അവരുടെ നിലവിലെ സ്കീം തുടരുന്നതിന് തടസ്സമില്ല. അല്ലാത്തപക്ഷം ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന തിരഞ്ഞെടുക്കാവുന്നതാണ്. സ്വകാര്യ പോളിസികൾ അല്ലെങ്കിൽ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിൽ പരിരക്ഷയുള്ള മുതിർന്ന പൗരന്മാർ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയ്ക്ക് അർഹരാണ്. 55 കോടി ആളുകൾക്ക് ഗുണം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പൊതു ധനസഹായമുള്ള ആരോഗ്യ ഉറപ്പു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. സെക്കൻഡറി, ട്രഷറി കെയർ, ഹോസ്പിറ്റലൈസേഷനുമായി ബന്ധപ്പെട്ട് ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ പരിരക്ഷയാണ് ഈ പദ്ധതി അനുസരിച്ച് ലഭിക്കുന്നത്. കൊടകര കനകമല അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രത്തിലെ വൃന്ദാവനം എന്ന ശ്രീകൃഷ്ണ പാർക്കിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ 8 നടത്തുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീകൃഷ്ണ കേന്ദ്രം സ്ഥാപകൻ MA സർ, TS പട്ടാഭിരാമൻ, സിനിമാ താരങ്ങളായ ദേവനന്ദ, മാസ്റ്റർ ശ്രീപദ്, സിനിമാ നിർമ്മാതാവ് അഭിലാഷ് പിള്ള എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. ആമേട വാസുദേവൻ നമ്പൂതിരി അധ്യക്ഷനാകും. RSS പ്രാന്ത് കാര്യവാഹ് PN ഈശ്വരൻ, SS മേനോൻ, KC നരേന്ദ്രൻ, KS പത്മനാഭൻ, R പ്രസന്നകുമാർ, KN സജികുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. 1000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം ആൻഡ് റിസർച്ച് സെന്റർ 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമെന്നും നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ ഭാരതത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മിക പഠന ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുമെന്നും അധികൃതർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി, ജനറൽ സെക്രട്ടറി ശശി അയ്യഞ്ചിറ, ട്രസ്റ്റി NP ശിവൻ എന്നിവർ പങ്കെടുത്തു. ഗോപൂജയ്ക്കും വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. 5 യജ്ഞങ്ങളാണ് പ്രധാനമായും സനാതന ധർമ്മത്തിൽ ഉയർത്തിക്കാണിക്കുന്നത്. അതിനകത്ത് ബ്രഹ്മയജ്ഞവും ദേവയജ്ഞവും പിതൃയജ്ഞവും പൂരയജ്ഞവും അതോടൊപ്പം അതിഥിയജ്ഞത്തിനെല്ലാം പ്രധാനം എന്ന് പറയുന്നത് ഗോദാനവും ഗോപൂജയും. അതുപോലെ തന്നെ ഗോക്കളിൽ നിന്നും ഉത്പാദിപ്പിക്കപ്പെടുന്ന പഞ്ചഗവ്യം, പശുവിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മൂത്രം, അതിൻ്റെ ചാണകം, തൈര്, അതുപോലെ പാല്, നെയ്യ്, ഈ 5 ഉപയോഗിക്കുന്ന പഞ്ചഗവ്യം എന്നുള്ളത് സർവ്വപൂജകൾക്കും ഒഴിച്ചുകൂടാൻ കഴിയാത്തത്. അതുമാത്രമല്ല, ആധുനിക കാലത്ത് ശാസ്ത്രം തെളിയിക്കപ്പെട്ടത് ഏറ്റവും നല്ല അണുനാശിനിയായി ഉപയോഗിക്കപ്പെടാൻ കഴിയുന്നത്. പഴയ കാലങ്ങളിൽ നമ്മുടെ വീടുകളിൽ വരാന്തകൾ പോലും എഴുതുന്നത് ഈ അണുനാശിനിക്ക് തുല്യമായിട്ടുള്ള ചാണകമായി. അതുകൊണ്ട് ഈ ഗോശാലയുടെ പ്രവർത്തനം
ഒരു തരത്തിൽ ഈ പ്രദേശത്തിനാകെ ഗുണപ്രദമായി തീരുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇത് ആധ്യാത്മികമായ തേജസ്സോട് കൂടിയ ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ സമാജത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് ഉതകുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് രാജ്യത്തിൻ്റെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക്. ഇതിൻ്റെയൊക്കെ സ്ഥാപകനായിട്ടുള്ള എം എ കൃഷ്ണൻ, എം എ സാറിൻ്റെ ഒരു പദ്ധതിയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന ആശയം അദ്ദേഹം കുറേശ്ശെ തുടങ്ങി വെച്ച് ബാലഗോകുലം കുറച്ച് മുമ്പോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇതൊരു ബൃഹത് പദ്ധതിയായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തത്. ഇപ്പോൾ ഇതിൻ്റെ ടോട്ടൽ പ്രോജക്റ്റ് വരുന്ന ഈ 100 ഏക്കർ സ്ഥലത്ത് 1000 കോടി രൂപയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവ്. അങ്ങനെ വന്ന സമയത്ത് അത് ബാലഗോകുലം എന്നുള്ള പ്രസ്ഥാനത്തിന് മാത്രം അത് പറ്റില്ല എന്നുള്ള ധാരണയിലാണ് ഇൻ്റർനാഷണൽ ശ്രീകൃഷ്ണ കേന്ദ്രം എന്നുള്ള ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തത്. ആ ട്രസ്റ്റിൻ്റെയാണ് ഈ സ്ഥലങ്ങളും എല്ലാം. ആ ട്രസ്റ്റാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിൻ്റെ ഞാൻ ജനറൽ സെക്രട്ടറിയാണ്, ശിവൻ ചേട്ടൻ അതിൻ്റെ ട്രസ്റ്റിയാണ്, ഇവിടുത്തെ അധിപനായിട്ട് സ്വാമിയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ 3ാമത്തെ പ്രോജക്റ്റാണ് നമ്മൾ. ഗോശാല ഓൾറെഡി നല്ല രീതിയിൽ നടക്കുന്നു. അതേപോലെ നമ്മുടെ പ്രോജക്റ്റ് ഓഫീസ് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് അവിടെ ഇനോഗ്രേഷൻ നടന്നു. ഇത് 3ാമത്തെയാണ് നമ്മുടെ കുട്ടികളുടെ പാർക്ക്. ടോട്ടൽ ഇതിനകത്ത് വരുന്നത് 41 പ്രോജക്റ്റാണ്. ശ്രീപദനിപ്പോൾ നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും ആ പരിപാടിക്കുണ്ടാവും. കൂടാതെ മലയാളിക്ക് അത്രയും നല്ലൊരു സിനിമ സംഭാവന ചെയ്ത നമ്മുടെ അഭിലാഷ് പിള്ള, അദ്ദേഹമാണ് അതിൻ്റെ സ്ക്രിപ്റ്റെല്ലാം. അപ്പോൾ അദ്ദേഹം ഇത്രയും പേരാണ് അതിൻ്റെ നിർമ്മാണം അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. അപ്പോൾ ആ പരിപാടി അതിഗംഭീരമാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളും നമ്മുടെ കൂടെ നിന്ന് അത് വിജയിപ്പിക്കുക. ഇത് നമ്മുടെ ഈ നാടിൻ്റെ ഇത് ടോട്ടൽ പ്രോജക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഏകദേശം കേരളത്തിൽ വരുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാവരും കേരളത്തിൽ പോയാൽ ഇൻ്റർനാഷണൽ ശ്രീകൃഷ്ണ കേന്ദ്രം കാണണം എന്ന് അവർ മനസ്സിൽ ഉറപ്പിച്ചിട്ടായിരിക്കും വരിക. ഈ കൊടകരയിൽ നിന്ന് വരുന്ന ഇങ്ങോട്ട് തിരിയുന്ന വഴിയിലൂടെ വലിയൊരു ആർച്ചുണ്ടാവും. അത് രഥം പൂട്ടിയ കൃഷ്ണനൊക്കെ ഇരിക്കുന്ന ഭഗവത്ഗീതയിൽ അങ്ങനത്തെ ഒരു ആർച്ചുണ്ടാവും. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് കാളിയമർദ്ദനം ഉണ്ടാവും. 7 ഏക്കർ സ്ഥലത്ത് കുളമുണ്ടാവും. 4500 പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയം ഉണ്ടാവും. അതേപോലെ അയോധന കലകളൊക്കെ കളരിപ്പയറ്റ്, ജൂഡോ, ജുക്കാഡോ ഇങ്ങനെയുള്ളതൊക്കെ പഠിപ്പിക്കുന്ന ഒരു അയോധന കേന്ദ്രം. ഇവിടെ ഈ പദ്ധതി പൂർത്തിയാവുമ്പോൾ ശശികൃഷ്ണൻ സൂചിപ്പിച്ചു 1000 കോടി രൂപയോളം ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതി പൂർത്തിയാവുന്ന സമയത്ത് ഇത് ഭാരതത്തിലെ ഏറ്റവും വലിയ ഒരു ആധ്യാത്മിക പഠന ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇവിടെ എല്ലാം ഭാരതീയ പൈതൃകത്തെക്കുറിച്ച് പഠിക്കാനും ഒരു വേദവിജ്ഞാന കേന്ദ്രം, വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും പഠിക്കാൻ സാധിക്കുന്ന വേദവിജ്ഞാന കേന്ദ്രം, അതുപോലെ യോഗാ കേന്ദ്രം, മെഡിറ്റേഷൻ സെൻറ്റർ, ഗീത പഠിക്കാനുള്ള സെൻറ്റർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി പദ്ധതികൾ ഇവിടെ ഒരു 41 പദ്ധതികൾ ഇതിനുവേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അത് പൂർത്തിയാകുന്നതോടുകൂടി ഇതിൻ്റെ ഈ പ്രദേശം തന്നെ മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഞാൻ നേരത്തെ എല്ലാ വീടുകളിലും ഗോവിനെ വളർത്തുക, അവർക്ക് ആവശ്യമായിട്ടുള്ള നാടൻ പശുവിനെ ഇവിടുന്ന് തന്നെ കൊടുക്കാനുള്ള സംവിധാനം അതും ഉരുത്തിരിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാട്ടിലുള്ള എല്ലാവരും പശുക്കളെ വളർത്തും, കൃഷിയുടേതായിട്ടുള്ള പുരോഗതി ഉണ്ടാവും, ഗോ അധിഷ്ഠിതമായിട്ടുള്ള പ്രോഡക്ട്സുകൾ നമുക്ക് ധാരാളം ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു പ്രകൃതിയുമായിട്ടുള്ള ഒരു ബന്ധം ഈ സമൂഹത്തിന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട്. കൂടാതെ ഇപ്പോൾ ഈ പാർക്ക് എന്ന് പറയുന്നത് വെറുതെ കുട്ടികളുടെ ഒരു പാർക്ക് മാത്രമല്ല. കുട്ടികളുടെ പാർക്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രകൃതിയെ ആസ്വദിക്കാനും, പശുവിനെ കാണാനും, പശുവിന് അല്പം ഭക്ഷണം കൊടുക്കാനും, പശുക്കളുടെ കൂടെ തന്നെ കുറച്ച് സമയം ചെലവഴിക്കാനും, അതിലൂടെ കളിക്കാനും, അങ്ങനെയുള്ളൊരു സംവിധാനത്തിലാണ് ഈ വൃന്ദാവനം പാർക്ക് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ മിൽമയുമായി സംയോജിച്ച് നടപ്പിലാക്കുന്ന മിൽമ പാർലർ, മിൽമ ഷോപ്പി വായ്പാ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. കോർപ്പറേഷൻ നൽകുന്ന വായ്പ ഉപയോഗിച്ച് സംസ്ഥാനത്ത് ആദ്യമായി തൃശൂർ ജില്ലയിലെ കോടാലിയിൽ മിൽമ ഷോപ്പി ആരംഭിച്ച പ്രവീണയുടെ സംരംഭത്തിന് പ്രാരംഭം കുറിച്ചുകൊണ്ട് ആദ്യ വിൽപ്പന നടത്തിയാണ് MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. കോർപ്പറേഷന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന മിൽമ പാർലർ, മിൽമ ഷോപ്പി പദ്ധതിയിലൂടെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗത്തിലെ ഊർജ്ജസ്വലരായ യുവതി യുവാക്കൾക്ക് കുറഞ്ഞ മുതൽ മുടക്കിൽ മികച്ച വരുമാനം നൽകുന്ന സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള സുവർണാവസരമാണ് കോർപ്പറേഷൻ ഒരുക്കുന്നതെന്ന് MLA ഉദ്ഘാടന പ്രസംഗത്തിൽ അറിയിച്ചു.
ചടങ്ങിൽ MLA കോർപ്പറേഷന്റെ വിവിധ പദ്ധതികൾ പ്രകാരമുള്ള വായ്പാ വിതരണവും നടത്തി. മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലിയിൽ നടന്ന ചടങ്ങിൽ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ് അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ VP സുബ്രഹ്മണ്യൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. വാർഡ് മെമ്പർമാരായ KV ഉണ്ണികൃഷ്ണൻ, KS സൂരജ്, മിൽമ തൃശൂർ ഡയറി മാനേജർ C സജിത്ത്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി മെമ്പർ റെഞ്ചിമോൻ, കോർപ്പറേഷൻ തൃശൂർ ജില്ലാ മാനേജർ TP വിദ്യ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ആദ്യമായി ഒരു സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനതല പരിപാടി അപ്രതീക്ഷിതമായി ഉദ്ഘാടനം ചെയ്യാൻ അവസരം കിട്ടിയത്. മന്ത്രി 2 ദിവസം മുമ്പാണ് നമ്മുടെ മന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടിട്ട് 2 ദിവസം മുമ്പ് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്. മന്ത്രി നിശ്ചയിക്കുന്ന സമയമാണല്ലോ, മന്ത്രിമാരുടെ സമയം. കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വിവേകാനന്ദ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശശി അയ്യഞ്ചിറ അധ്യക്ഷത വഹിച്ചു. അക്ഷര മിഷൻ ഗിവിംഗ് പ്രോഗ്രാം ഓപ്പറേഷൻസ് ഡയറക്ടർ വിനീത കർത്ത വിശിഷ്ട അതിഥിയായി. ട്രസ്റ്റ് ഡയറക്ടർ ജയശ്രീ R മേനോൻ, മാനേജർ TK സതിൽ, പ്രിൻസിപ്പൽ റോഷൻ P നായർ, വിദ്യാലയ സമിതി പ്രസിഡന്റ് സ്മിത P നായർ, ക്ഷേമസമിതി പ്രസിഡന്റ് TS മനോജ് കുമാർ, മാതൃസമിതി പ്രസിഡന്റ് വിജിഷ അനിൽ എന്നിവർ ഓണാശംസകൾ നേർന്നു. ഓണാഘോഷത്തോടനുബന്ധിച്ച് സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റ് കൊടകര ജംഗ്ഷനിലും പരിസര പ്രദേശങ്ങളിലും പൊതിച്ചോറ് വിതരണം നിർവഹിച്ചു. ഓണത്തിന് ഒരു ഊണ് എന്ന പേരിൽ നടപ്പിലാക്കിയ പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. കോളേജിലെ വിദ്യാർത്ഥികൾ അവരുടെ ഭവനങ്ങളിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്ന പൊതിച്ചോറുകൾ നിരാലംബർക്ക് പങ്കുവച്ചതിലൂടെ ഒരുമയുടെ സന്ദേശം നൽകാൻ വോളണ്ടിയർമാർക്ക് കഴിഞ്ഞു. ചായ്പമൊഴി കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ രക്ഷാധികാരി ഡോക്ടർ ജോയ് കട്ടക്കയുമായി ചേർന്ന് ഗ്രൂപ്പ് കിടപ്പ് രോഗികളെ ഭവനങ്ങളിലെത്തി സന്ദർശിച്ചു. പ്രസിഡന്റ് KM ജോസ്, സെക്രട്ടറി ബിന്നി നമ്പേലിൽ, ട്രഷ് ഓമന ജോസ്, TT ബേബി, വർഗീസ് പോറായി എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. അവരുടെ ഹിപ്പ് ഫ്രാക്ചർ വരുമ്പോഴാണ് ഈ കുഴയിൽ പൊട്ടുമ്പോഴാണ് ഈ കാല് ഇങ്ങനെ മലരുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കാല് ഒരു പരിധി വിട്ട് ഇങ്ങോട്ട് പോകില്ല. ഇതിന്റെ ഇവിടത്തെ ബോൾ പൊട്ടുമ്പോൾ ഇതിങ്ങനെ മലന്നു പോകും. പിന്നെ ഈ അത് കഴിച്ചാലും അത്രയും
സംസാരിക്കില്ലേ? വളരെ കുറവാണ്. വിളിച്ചാലോ? എല്ലാം കുറഞ്ഞു. ദേശീയപാത പോട്ട സിഗ്നൽ ജംഗ്ഷനിൽ LPG സിലിണ്ടർ കയറ്റിയ ലോറിക്ക് പുറകിൽ KSRTC ബസ് ഇടിച്ചു. ബസിന്റെ മുൻവശവും ലോറിയുടെ പിൻവശവും പാടെ തകർന്നു. ലോറിയിൽ നിന്നും സിലിണ്ടറുകൾ താഴെ വീണു. റോഡിൽ വാഹനങ്ങളുടെ ചില്ല് പൊട്ടിവീണ് വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത വിധത്തിലായിരുന്നു. സേന വെള്ളം സ്പ്രേ ചെയ്ത് റോഡിലെ ചില്ല് നീക്കം ചെയ്തു. LPG സിലിണ്ടറുകൾ സുരക്ഷിതമായി റോഡ് അരികിലേക്ക് മാറ്റി. ലോറിയിൽ 371 നിറ സിലിണ്ടറുകൾ ഉണ്ടായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തീപിടുത്തം ഉണ്ടാകാതിരുന്നത് മൂലം വൻ ദുരന്തമാണ് ഒഴിവായത്. പോലീസിന്റെ സംയോജിത ഇടപെടലും ഏറെ സഹായകമായി. ചാലക്കുടി അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ PO വർഗീസിന്റെ നേതൃത്വത്തിൽ സേനാ അംഗങ്ങളായ TD ദീപു, U അനൂപ്, K അരുൺ, രോഹിത് ഉത്തമൻ എന്നിവർ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നിര്യാതനായി. ചാലക്കുടി നഗരസഭ അതിർത്തിയിലെ തെരുവുനായ ശല്യത്തിനെതിരെ സത്വര നടപടി സ്വീകരിക്കുവാൻ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കൂർക്കമറ്റം അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിച്ചു. ആന്റിബയോട്ടിക്കുകൾ തിരിച്ചറിയാനായി ഇനി മുതൽ നീല നിറത്തിലുള്ള പ്രത്യേക കവറുകളിൽ നൽകണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.